ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഗുരുവായൂരത്തെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് 4:10 കയറുന്നുണ്ട്. അപ്പം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി മൊത്തം ഒന്ന് കറങ്ങി അണ്ടതേ ക്യൂ നിൽക്കണ്ട കുളത്തിനകത്ത്. നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള ക്യൂ ആണ്. 5:15 ആയിക്കോട്ടെ ഭക്ഷണം കൊടുക്കണം. എടാ നമ്മളെ അമ്പലത്തിൽ അവിടെ നേരെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. നമ്മളൊരു 4 മണിക്ക് തുടങ്ങിയ ക്യൂ നിൽക്കണതാണ്. ഒരു 5:15 അപ്പോൾ കുറച്ച് ആളുകളുണ്ട്. നമ്മൾ കുളത്തിൻ്റെ അടുത്താണ്. നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എന്തായാലും ആദ്യത്തെ പന്തിത്തിന് ഇരിക്കാൻ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കേണ്ട. ഈ നവദേശം വരുന്നതാണ്. ഞങ്ങളിന്ന് ഞാനവിടുത്തെ ഫുഡ് ഉച്ചക്ക് മാത്രം കഴിച്ചിട്ടുള്ളൂ. അതായത് 10:30 കൊടുക്കും. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ക്യൂ വേണ്ട എന്തൊക്കെയാണ് നമ്മൾ ചെന്നിട്ടുള്ളത് നൈസായിട്ട് നോക്കാം. ഒരുപാട് പേരുണ്ട്. വൈകിട്ട് വൈകിട്ട് ഒരു എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ അപ്പോൾ പോകുന്നു. ഇവിടെ ഒരു 9 മണിയായപ്പോൾ എത്തി. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് രാവിലെ നിർമ്മാല്യത്തിന് ഇറങ്ങുന്നത്. നിർമ്മാല്യം എന്ന് പറയാൻ പറ്റില്ല, വാഗച്ചാർത്താണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇത് രാവിലത്തെ ക്യൂ ആണ്, മോർണിംഗ് ബ്രേക്ക്. പിന്നെ മറ്റൊരു കാര്യം കൂടെ കേട്ടോ, ഗുരുവായൂർ അമ്പലത്തിനുള്ളിലേക്കോ ഇതുപോലെ തന്നെ അന്നദാനത്തിൻ്റെ ഏരിയയിലേക്കൊന്നും ക്യാമറയൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വരിക ഉണ്ടായിട്ടാ. നല്ല അടിപൊളിയായിരുന്നു സംഭവം. കഴിച്ചിറങ്ങിയോളൂ, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇഡ്ഡലിയും സാമ്പാർ ചട്നി, ഒരു ചുക്കാപ്പി കേട്ടോ. ചുക്കാപ്പി എനിക്ക് പണ്ട് തുടങ്ങി വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, പക്ഷേ എന്താ പറയുക, സാമ്പാർ ഇത് പൊളിയായിരുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ. നോക്കാം, മഴ, നല്ല മഴ. അപ്പോൾ ഇനി പാൽപ്പായസം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ 9:30 കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കറങ്ങുന്ന സമയത്ത് ഇതേ ഈ ഒരു ആനയൊക്കെ കേട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആനയാണ്. അപ്പോൾ നമ്മുടെ ശിവേലിയും മറ്റു കാര്യങ്ങളുള്ള സമയത്ത് കണ്ണനെ എഴുന്നള്ളിക്കുന്നത് ഈ ആനയുടെ പുറത്തും കൂടിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കാഴ്ചയൊക്കെ തന്നെയായിരുന്നു. കഴിച്ച് ഇറങ്ങി, അതായത് അന്നദാനം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു 5:30-6 മണി ഉണ്ടാവും. കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ ഒരു അന്നദാനം കഴിക്കുന്നത് കേട്ടോ. ശരിക്കും ഇഡ്ഡലിയും പിന്നെ സാമ്പാർ ചട്നി ചുക്ക് കാപ്പി. സാമ്പാർ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി 9:30 പാൽപ്പായസം വാങ്ങിയിട്ട് പോകും. ചീട്ടാക്കിയിട്ടുണ്ട്, 9:30 കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.